ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മുട്ട വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ ചിലർക്കൊക്കെ അറിയാട്ടോ, എന്നാലും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ച് മുട്ട എടുക്കട്ടോ. 2 മുട്ട വെച്ചിട്ടും ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. കൂടുതൽ സമയം ഇങ്ങനെ പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഉപ്പ് ഇതിലൊന്ന് പിടിച്ച് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതുവരെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ അതാ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള മുറിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വലിയ സവാളയൊക്കെ ആണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി. നല്ല ചെറുതായി മുറിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുക. നമ്മൾ മുട്ട പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സവാള ചേർത്ത് കൊടുക്കുമല്ലോ, അതുപോലെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് പൊരിച്ചെടുക്കേണ്ടത് തന്നെയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചെറിയ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ പച്ചമുളക് ചേർത്തുകയാണെങ്കിൽ അത് കടിക്കും. അപ്പോൾ അതിന് പകരം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. കുരുമുളക് പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാന് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ സാധാരണ രീതിയിൽ മുട്ട പൊരിച്ചെടുക്കുമല്ലോ, അപ്പോൾ അതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. പാന് നല്ലപോലെ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മുട്ടൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 3 മുട്ട മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലൊരു കട്ടിയിൽ വേണം നമുക്കിത് കിട്ടാൻ. നമ്മൾ ഒഴിച്ചു കൊടുത്ത ഉടനെ ഇതുപോലെ ഒന്ന് പൊങ്ങി വരും കേട്ടോ. അതായത് ഇങ്ങനെ ബബിൾസ് പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അവിടെ കട്ടി ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഒരു സൈഡ് ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ അടച്ച് വെച്ചിട്ട് 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ടൊന്നുമില്ല. നല്ല ഒരു സൈഡ് ആയിട്ട് വേണം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ അതാ ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഒരു 10 സെക്കൻഡ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മുട്ട പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചൂട് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. 3 മുട്ട നമ്മൾ മുഴുവനായിട്ട് പൊരിച്ചെടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടിയിലാണ് കേട്ടോ. കട്ടി കുറഞ്ഞിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അതായത് നമ്മളിത് മാവിലൊക്കെ മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ചൊക്കെ കട്ടിയിൽ വേണം ഈ ഒരു മുട്ട പൊരിച്ചത് കിട്ടാൻ. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ ഇതുപോലെ താഴോട്ടും അതുപോലെ തന്നെ സൈഡൊക്കെ ആക്കിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുക്കുന്നുണ്ട്. നല്ല വലുതും ആക്കണ്ട, നല്ല ചെറുതും ആക്കണ്ട കേട്ടോ. ആ രീതിയിൽ കിട്ടുമ്പോഴാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ സ്നാക്സും ഉണ്ടാവും. നമ്മൾ വലിയ വലിയ പീസൊക്കെ ആണെങ്കിൽ നമുക്കത് മാവിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചെറിയ റിസ്ക് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ മുഴുവനായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്കുള്ള ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ഇനി ഇതുപോലെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 കപ്പ് കടലപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കടലപ്പൊടി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ സ്നാക്സ് കിട്ടുള്ളൂ. മറ്റുള്ള പൊടി വെച്ചിട്ടൊന്നും ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മുട്ട പൊരിച്ചപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 തണ്ട് കറിവേപ്പില ചെറിയ രീതിയിലൊന്ന് മുറിച്ചെടുത്തത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക.
എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ മുഴുവനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം അധികമാവും. പിന്നെ നമ്മൾ ഇതിലേക്ക് വേറെ പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കുറച്ച് മാത്രം ഒഴിച്ചിട്ട് ഇത് തയ്യാറാക്കി എടുത്താൽ മതി. ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഇനി അതിൽ കൈ വെച്ചിട്ട് വേണമെങ്കിലും ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ബാറ്റർ തന്നെ കിട്ടണം തന്നെ ഉള്ളൂ. നമ്മൾ ആ ഒരു മുട്ടൻ്റെ പീസ് ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു പീസുമ്പോൾ നല്ല പോലെ ഈ ഒരു ബാറ്റർ പിടിക്കണം. അപ്പോൾ ആ രീതിയിൽ തിക്കായിട്ട് വേണം എടുക്കാനും. ഇപ്പോൾ കണ്ടോ, ഇതേ രീതിയിൽ വേണം നമ്മുടെ ബാറ്റർ കിട്ടാനും. ഇനി ഇതിൽ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് നേരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടായിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനും. ഓരോ പീസും ഇതുപോലെ ബാറ്ററിൽ നല്ലപോലെ ഒന്ന് മുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. കാരണം ഉൾവശം കുക്കാവേണ്ട ആവശ്യമില്ല. മുട്ടയുടെ പീസ് നമ്മൾ ഓൾറെഡി കുക്കായതാണല്ലോ. അപ്പോൾ പുറം വശം മാത്രം ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഒരു 1-2 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഒരു സൈഡ് ആയി കിട്ടും. പിന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇതിൻ്റെ മാവ് ഏകദേശം ഒരു ബജി മാവിൻ്റെ രീതിയിലാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. മുട്ട വെച്ചിട്ടുള്ള സ്നാക്സ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ അതാ ഇതിൻ്റെ ഒരു വശമായിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കൂടുതലായിട്ട് കളർ മാറരുത് കേട്ടോ. ഈ രീതിയിൽ കളർ മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് 1 മിനിറ്റോളം മാത്രം വെച്ചാൽ മതി. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ഈ ഒരു സമയത്ത് ഓയിലൊന്നും കുടിക്കൂല. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും നല്ല ക്രിസ്പി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ അത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. ഒരുപാട് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറും കേട്ടോ. ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റണം. ഇനി ഇതൊന്ന് ചൂട് പോയി കിട്ടുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കളറ് മാറും. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. 3 മുട്ട വെച്ചിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇനി മുട്ടയുടെ അളവ് കൂട്ടുക. അല്ലെങ്കിൽ ഇത്ര വേണ്ടെങ്കിൽ നമുക്ക് 2 മുട്ട വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സ്നാക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറം വശം ചെറിയ രീതിയിലൊരു ക്രിസ്പി ആയിട്ട് ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ. ഒരു തവണ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ എപ്പോഴും നിങ്ങൾ ഇതുപോലെ തന്നെ സ്നാക്സ് തയ്യാറാക്കുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക.